ടെക്നോളജി അഡ്വാൻസ് ആയതോട് കൂടിയിട്ട് ഒരുപാട് സർജറികൾ ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാതെ എന്നുവെച്ചാൽ ഓപ്പൺ സർജറി ഇല്ലാതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. സംവിധാനങ്ങളുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഒക്കെ പണ്ട് നമ്മൾ സർജറി ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് പേസ് മേക്കർ സർജറി ഇല്ലാതെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ക്യാപ്സ്യൂളിന്റെ സൈസേ ഉള്ളൂ. ഒരു വലിയ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസുള്ള ഈ പേസ് മേക്കർ ഇതിന് 1.2 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. തീരെ വെയിറ്റ്ലെസ് സാധനമാണ്. ഇത് നമുക്ക് ഇന്ന് സർജറി ഇല്ലാതെ നമ്മുടെ ധമനിയിൽ കൂടി കാലിന്റെ വെയിൻ വഴി കൊണ്ടുപോയി ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തുള്ള റൈറ്റ് വെൻട്രിക്കിൾ അറയിൽ ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഇന്നൊവേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മെട്രോമെഡ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് മെട്രോമെഡ് ഹോസ്പിറ്റൽ. ഇവിടെ ഡോക്ടർ മുസ്തഫയുണ്ട്. മുസ്തഫേനൊന്ന് കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഇപ്പം നിലവിലുള്ള നൂതനമായിട്ടുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സാ രീതികൾ എന്തെന്ന് മനസ്സിലാക്കിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഇതൊരു വലിയൊരു സംഭവമാണ്. കാര്യം ഹൃദയത്തിന് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ ആളുകളുടെയും ഉള്ളിലൊരു ഭയപ്പാടുണ്ടാവും. അത് സ്വാഭാവികമാണ്. എന്നാൽ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. സർജറി ഇല്ലാതെയും ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളെയും നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡോക്ടർ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും ഡോക്ടർ. മുഹമ്മദ് മുസ്തഫ ഡോക്ടർ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം നമുക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകും. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഇപ്പൊ ഉള്ളത്? സർജറി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് പേടിയാണ്. അത് ഹൃദയത്തിന്റെ സർജറി എന്ന് പറയുമ്പോൾ കൂടുതൽ പേടിയാണ്. കാരണം അത് ജീവനിലുള്ള സർജറിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് ആക്ച്വലി ടെക്നോളജി അഡ്വാൻസ് ആയതോട് കൂടിയിട്ട് ഒരുപാട് സർജറികൾ ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാതെ എന്നുവെച്ചാൽ ഓപ്പൺ സർജറി ഇല്ലാതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. സംവിധാനങ്ങളുണ്ട്. അത് വളരെ ഫാസ്റ്റ് പേസിലാണ് അതിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബൈപ്പാസ് സർജറിയാണ് ഇപ്പൊ ഞങ്ങളുടെ കാർഡിയോളജി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സർജറി, കോമൺ ആയിട്ടുള്ള സർജറി. പക്ഷെ ഇന്ന് ബൈപ്പാസ് സർജറിയുടെ ആവശ്യകത വളരെ 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 കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് സർജറി എന്തിനായിരുന്നു ചെയ്തിരുന്നു വെച്ചാൽ കൂടുതൽ സങ്കീർണമായ ബ്ലോക്കുകളെ ശരിയാക്കുന്നതിനായിരുന്നു ബൈപ്പാസ് സർജറി വന്നിരുന്നത്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയാത്ത. പക്ഷെ ഇന്ന് ടെക്നോളജി അഡ്വാൻസ്മെന്റ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ബ്ലോക്കുകൾ ഇന്ന് നമുക്ക് ബൈപ്പാസ് സർജറി ഇല്ലാതെ തന്നെ പല നൂതന സംവിധാനത്തിൽ കൂടി മാറ്റാൻ പറ്റും. പണ്ട് നമ്മൾ ഒരുപാട് ബ്ലോക്കുകൾ, കാൽഷ്യം ഉള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാൽഷ്യം അടഞ്ഞ് രക്തക്കുഴലിന്റെ അകത്ത് കാൽഷ്യം അടഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറിയിൽ കൂടി മാത്രമേ അത് പണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് കാൽഷ്യത്തിന്റെ ഡീൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ റോട്ടബ്ലേഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ കാൽഷ്യത്തിന് ഡ്രില്ല് ചെയ്യുന്ന ഒരു മെഷീനാണത്. റോട്ടബ്ലേഷൻ നമുക്ക് ചില കേസുകൾ കാണാൻ പറ്റും. അപ്പൊ ഈ റോട്ടബ്ലേഷൻ ചെയ്തിട്ട് നമുക്ക് കാൽഷ്യത്തെ നീക്കാൻ പറ്റും. അത് ഒന്ന്. പിന്നെ അത് കൂടാതെ ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഈ ലേസർ വെച്ചിട്ട് നമുക്ക് കാൽഷ്യത്തിന്റെ നമുക്ക് പൊട്ടിച്ച് കളഞ്ഞ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, പണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെന്റിന്റെ അകത്ത് വീണ്ടും ബ്ലോക്ക് വരികയാണെങ്കിൽ ഇന്ന് ലേസർ ഉപയോഗിച്ച് നമുക്ക് വേറൊരു സ്റ്റെന്റ് ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ ബാഷ്പീകരിച്ച്, ആ ബ്ലോക്കിനെ ബാഷ്പീകരിച്ച് നീക്കി നമുക്ക് വീണ്ടും ആ പേഷ്യന്റിന്റെ സർജറി ഇല്ലാതെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈ ആളുകളൊക്കെ പണ്ട് ബൈപ്പാസ് സർജറി ചെയ്ത് മാത്രമായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നുണ്ട്. കുറെ നാളായിട്ട് ഞാൻ പല ഇന്റർനെറ്റിൽ പല കോണ്ടന്റുകൾ കാണുന്ന സമയത്ത് ഞാൻ അത്ഭുതത്തോടെ കാണുന്ന ഈ പേസ് മേക്കർ എന്ന് പറഞ്ഞൊരു സംവിധാനം. എന്തിനാണ് ഒരു മനുഷ്യൻ പേസ് മേക്കർ വെക്കണേ? പേസ് മേക്കർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ വെച്ച ഒരു സാധനമാണ്. ആക്ച്വലി അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പേസ് മേക്കർ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കറാണ് നമ്മൾ ഈ വെക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഒക്കെ പണ്ട് നമ്മൾ സർജറി ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് പേസ് മേക്കർ സർജറി ഇല്ലാതെ വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഇപ്പൊ മൈക്ര എന്നൊക്കെ പറയുന്ന വളരെ ഒരു ചെറിയ ഒരു ക്യാപ്സ്യൂൾ പേസ് മേക്കറാണ്. രണ്ടുതരം പേസ് മേക്കർ ഉണ്ട്. ഈ ഒരു പേസ് മേക്കർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ
ഇത് ആക്ച്വലി ഒരു ക്യാപ്സ്യൂളിന്റെ സൈസേ ഉള്ളൂ. ഒരു വലിയ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസുള്ള ഈ പേസ് മേക്കർ ഇതിന് 1.2 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ. തീരെ വെയിറ്റ്ലെസ് സാധനമാണ്. ഇത് നമുക്ക് ഇന്ന് സർജറി ഇല്ലാതെ നമ്മുടെ ധമനിയിൽ കൂടി കാലിന്റെ വെയിൻ വഴി കൊണ്ടുപോയി ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തുള്ള റൈറ്റ് വെൻട്രിക്കിൾ അറയിൽ ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയം നിങ്ങൾക്ക് അറിയാം ഒരു ഡൈനാമിക് ഓർഗൻ ആണല്ലോ, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനിക്കുന്നതിന് മുമ്പേ മിടിക്കാൻ തുടങ്ങിയത് മരണത്തോടു കൂടി മാത്രം നിർത്തുള്ളൂ. അപ്പൊ ആ പ്രവൃത്തി അതൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ. ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ജനറേറ്റ് ചെയ്യുന്ന ജോലിയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള നാച്ചുറൽ പേസ് മേക്കറിന്റെ ജോലി. അപ്പൊ അതിൽ തകരാറ് വരുമ്പോൾ ഇപ്പൊ പൾസിന്റെ എണ്ണം കുറഞ്ഞു പോവുക, മിടിപ്പ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ പൾസ് ജനറേറ്റ് ആയിട്ട് അത് കണ്ടക്ഷൻ ആകുന്നില്ല, അതിന്റെ കേബിളിൽ തകരാറ് എന്നൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിൽ ഈ പേസ് മേക്കർ ആ വർക്ക് ചെയ്യും. ഇത് വൺസ് ഹൃദയത്തിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ടെക്നോളജി ഭയങ്കരമായിട്ട് അഡ്വാൻസ് ആയിട്ട് എത്രമാത്രം എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരാളുടെ ഒരു ഹാർട്ട് റേറ്റ് നമ്മൾ ഒരു 60 എന്ന് സെറ്റ് ചെയ്താൽ അത് നമുക്ക് കൂട്ടണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൂട്ടാം, പുറത്തു നിന്ന് കൂട്ടാൻ പറ്റും, അതിനെ കുറയ്ക്കാൻ പറ്റും. അതിന്റെ റേറ്റുകൾ മാത്രമല്ല ഇതിന്റെ ബാറ്ററി എത്ര വർഷത്തേക്ക് ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് അടുത്ത ചോദ്യം. ഫോർ എക്സാമ്പിൾ ഒരു പേസ് മേക്കർ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പല പേഷ്യന്റിനും പേസ് മേക്കർ വെക്കേണ്ട ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ സംശയം ഇത് വൺസ് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണോ, അതിന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ഇപ്പൊ പണ്ടത്തെ നമ്മളെ കൺവെൻഷണൽ പേസ് മേക്കേഴ്സ് ഒക്കെ ഒരു 10 വർഷം 12 വർഷമാണ് കിട്ടിയിരുന്നത്. അതിനുശേഷം നമ്മൾ പേസ് മേക്കറിന്റെ ബാറ്ററി മാറ്റണം, രണ്ടാമത് സെയിം പ്രൊസീജിയർ വീണ്ടും ചെയ്ത് അതിന്റെ ജനറേറ്റർ എടുത്ത് മാറ്റി വേറെ അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പേസ് മേക്കേഴ്സിൽ ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പേസ് മേക്കർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിൽ തന്നെ വന്നത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വന്നത്. ഞങ്ങളാണ് അത് ആക്ച്വലി അതിന്റെ ഒരു മോഡൽ ഫസ്റ്റ് കേരളത്തിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ പേസ് മേക്കറിന് ഇപ്പൊ 25 വർഷം വരെ ഏകദേശം ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. 1.2 ഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഈ പേസ് മേക്കർ 25 വർഷം പ്രവർത്തിപ്പിക്കാനുള്ള ബാറ്ററി അത് ടെക്നോളജിക്കൽ അതിന്റെ അകത്തുണ്ട്. ആ രീതിയിലുള്ള ഒരു ബാറ്ററി സംവിധാനമാണ്. അത് മാത്രമല്ല ഇത് നമ്മുടെ ഹാർട്ടിന്റെ അകത്ത് വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ ഓക്കുപൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരാൾക്ക് ഈ പേസ് മേക്കർ വേണമെങ്കിൽ 10 പ്രാവശ്യം വേണമെങ്കിൽ മാറ്റിവെക്കാം. അതിനുള്ള സ്പേസ് നമുക്ക് റൈറ്റ് വെൻട്രിക്കിളിൽ ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ 10 വർഷം കിട്ടിയാൽ 10 പ്രാവശ്യം മാറ്റിയാൽ 100 വർഷമായി. അപ്പൊ അതൊരു മനുഷ്യായുസിനേക്കാളും ഒരുപാട് അധികമാണല്ലോ. ഇബാദ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ സർജറി ഇല്ലാതെ എങ്ങനെ പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുന്നുള്ള. ഇപ്പൊ ഇത് നമ്മളൊരു പിൻ ഹോൾ വഴി ഇപ്പൊ കാലിലുള്ള വെയിൻ വഴിയാണ് ഒരു ട്യൂബ് നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ട്യൂബിന് ഇതൊരു കത്തീറ്റർ എന്ന് പറയും. ഈ കത്തീറ്ററിന്റെ അകത്താണ് ഈ പേസ് മേക്കർ ഉള്ളത്. വളരെ ക്യാപ്സ്യൂളിന്റെ ഇത് നമ്മൾ മാഗ്നിഫൈഡ് വ്യൂ ആണ്. ഇത് ആക്ച്വലി 1.2 ഗ്രാം മാത്രം വെയിറ്റ് ഉള്ള ഒരു വളരെ ചെറിയ ക്യാപ്സ്യൂൾ പോലത്തെ പേസ് മേക്കറാണ്. ഇപ്പൊ ഇത് നമ്മൾ ഹൃദയത്തിന്റെ അകത്ത് എത്തി. ഇനി ഞങ്ങൾ അതിന്റെ പൊസിഷൻ ചെക്ക് ചെയ്യണം. കാരണം അത് വെക്കേണ്ട പൊസിഷന്, അത് എവിടെ വെച്ചാലാണ് കറക്റ്റ് പ്രവർത്തനം ഉണ്ടാവുക, അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നതിന് ശേഷം ഞങ്ങൾ അത് ഹൃദയത്തിന്റെ ആ ഒരു ഭിത്തിയിൽ ഞങ്ങൾ ഫിക്സ് ചെയ്യും. ഇത് അതിന് ലെഗ്സ് ഉണ്ട് ആക്ച്വലി. അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു സ്ക്രൂയിങ് സിസ്റ്റം ഉണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ഇത് ഹൃദയം കാണാത്തത് എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ മൂവ്മെന്റ്സ് മാത്രമേ കാണുള്ളൂ. ഇത് നമ്മൾ ഫ്ലൂറോസ്കോപ്പിയിലാണ് ചെയ്യുന്നത്. എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഈ ചെറിയ ഒരു സ്ക്രൂ പോലെ ഉണ്ട്. ഈ സ്ക്രൂ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ അതിനെ സ്ക്രൂ ചെയ്തിട്ട് ഹൃദയത്തിന്റെ ഭിത്തിയിൽ ഞങ്ങൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കും. എന്നതിന് ശേഷം ഇതിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഇത് നമ്മൾ സ്പേസിലേക്കൊക്കെ മറ്റേ ഇത് വിടുന്ന പോലെ തന്നെയാണ്. നമ്മൾ അവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്തതിന് ശേഷം കൊണ്ടുപോയിട്ടുള്ള ഗാഡ്ജറ്റ് ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ പേസ് മേക്കർ അവിടെ ഡിറ്റാച്ച്ഡ് ആയി. ഇപ്പൊ നമ്മുടെ കൺട്രോളല്ല. ഇനി പേസ് മേക്കർ അവിടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കൊണ്ടുപോയ പേടകത്തിന് നമ്മൾ തിരിച്ചു കൊണ്ടുവരും. ഇനി നമ്മുടെ കൺട്രോൾ വിട്ടു. അത് നമ്മൾ ഓർബിറ്റിലേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ ഇല്ല. ഇനി നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യാം. റിമോട്ട്ലി കൺട്രോൾ ചെയ്യാം. ഇതിന്റെ ഹാർട്ടിന്റെ മിടിപ്പ് കൂട്ടണം, ഹാർട്ടിന്റെ മിടിപ്പ് കുറയ്ക്കണം, തൽക്കാലം നിർത്തിവെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് എക്യുപ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ പല പേസ് മേക്കേഴ്സിനും ദൂരത്തുള്ള ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പണ്ട് ഉപയോഗിച്ചിരുന്ന പേസ് മേക്കർ ഒരു ഹൃദയത്തിന്റെ ഷേപ്പ് തന്നെ ഉണ്ട്. അതെ, ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ തൊള്ളലിന്റെ താഴെ വെക്കായിരുന്നു. ഇപ്പൊ അതിന് ബദലായിട്ടാണ് ഇപ്പം ഇത്ര ചെറിയ ടെക്നോളജി ഇത്രയുമായി. ഡോക്ടർ പറയുന്നത് ഇവൻ ഇനിയും ചെറുതായി വരും എന്നുള്ളതാണ്.
മാത്രമല്ല അതിന്റെ ലൈഫ് ഇനിയും കൂടി 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 വരും ചെയ്യും. പണ്ടുള്ള ലൈഫ് എത്ര ഡോക്ടർ? പണ്ട് ഏകദേശം ഒരു ഇത്ര വലിയ പേസ് മേക്കർ തന്നെ 10 വർഷം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത്ര ചെറിയ പേസ് മേക്കറിന് 10 വർഷമായി. ഇതിന്റെ ഒരു ന്യൂവർ എഡിഷൻ വന്നിട്ടുണ്ട്, അത് 25 വർഷം വരെ ഇത്ര ചെറിയ. അപ്പൊ ഒരാളുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രം മതിയാവും. നമ്മുടെ മെട്രോമെഡ് എന്ന ഹോസ്പിറ്റൽ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? അത് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണല്ലോ. ആക്ച്വലി ഇതൊരു കാർഡിയാക് ഹോസ്പിറ്റലാണ്. നമ്മളൊരു എക്സ്ക്ലൂസീവ്, നമ്മൾ കാർഡിയോളജിക്ക് കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മൾ ഏതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി വലിയ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ കാർഡിയോളജി ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഈ കാർഡിയോളജിന്റെ അകത്ത് ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിൽ വ്യത്യസ്ത വേറെ വേറെ ഡിപ്പാർട്ട്മെന്റുകൾ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അതിന് ഓരോരുത്തർക്കും ഓരോരോ ഏരിയക്കും നല്ലൊരു പെർഫെക്റ്റ് ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ, അതിൽ ബെസ്റ്റ് എക്സ്പെർട്ടൈസ് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ വേണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ വലിയ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ അഡൽട്ട് കാർഡിയോളജി ഉണ്ട്, ചെറിയ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഹാർട്ടിന്റെ റിതം പ്രോബ്ലം, എറിത്മിയാസ് എന്ന് പറയുക, താളപ്പിഴവുകൾ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെ ഉണ്ട്. അത് നമ്മൾ ഇലക്ട്രോഫിസിയോളജി എന്നാണ് പറയാം. ഇലക്ട്രോഫിസിയോളജി വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. അതിൽ തന്നെ ഇലക്ട്രോഫിസിയോളജി അഡൽട്ട് വേറെ പീഡിയാട്രിക് വേറെ ഉണ്ട്. സെപ്പറേറ്റ് ആണ്. പിന്നെ വേറെ ഒന്നുള്ളത് ഇപ്പൊ നമ്മൾ ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്ന് വെച്ചാൽ നമ്മൾ ഈ സർജറി ഇല്ലാതെ ഈ മറ്റേ താക്കോൽ ദ്വാരം അല്ലെങ്കിൽ നമ്മൾ പിൻഹോൾ വഴി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതാണ് ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മറ്റൊന്ന് സ്ട്രക്ചറൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിലെന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹാർട്ടിന്റെ അകത്ത് വലിയൊരു ഹോൾ ഉണ്ട്, അതടയ്ക്കുന്നു. അതല്ലെങ്കിൽ നമ്മുടെ വലിയ രക്തക്കുഴൽ അയോട്ടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വിള്ളലുണ്ടായി, ഒരു പൊട്ടലുണ്ടായി, ഡിസെക്ഷൻ എന്ന് പറയും, അതുണ്ടെങ്കിൽ അതിനെ സീൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഇപ്പം അതേപോലെ ഈ വാൽവ് മാറ്റി വെക്കുന്നത്, ഏത് സർജറി ഇല്ലാതെ വാൽവ് മാറ്റി വെക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഒരു സ്ട്രക്ചറൽ ഒരു ടീമിന്റെ കീഴിൽ വരും. കേരളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് നമ്മുടെ ഹോസ്പിറ്റലായിരിക്കും. അതെ, നോർത്ത് കേരളത്തിൽ നമ്മൾ ആദ്യമായിട്ടും ചെയ്തത് ഇവിടെ തന്നെയാണ്. 10ഓളം പേര് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും അതിൽ 9 പേരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു റിസൾട്ട് ഉള്ള വളരെ സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു സർജറിയാണ്. ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി ആണ് ഇന്നിപ്പം മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു എക്യുപ്മെന്റ് നമുക്ക് ഈ ടഫ് ആയിട്ടുള്ള ബ്ലോക്കുകൾ ഡീൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ അപ്പൊ അതിനൊരു 3-4 സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് ഉപകാരപ്പെടുന്നത്. കാരണം ഒരു ഉദാഹരണം, നമുക്ക് ഒരു ഭയങ്കര കാൽസിഫൈഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, അതിന്റെ അകത്തേക്ക് ഒരു ബലൂണും ഒരു സ്റ്റെൻഡും ഒന്നും കയറുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് അതിനെ പൊടിച്ചു കളയാനും വേണ്ടിയിട്ട് ഈ ലേസർ ഉപകാരപ്പെടും. ഇതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി. അതെ, ഇത് ലേസറിന്റെതാണ്. അത് ഞങ്ങൾ ഐവസ് ക്യാമറയാണത്. ഈ ഐവസ് ക്യാമറ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രക്തക്കുഴലിന്റെ അകത്തേക്ക് ഒരു ക്യാമറ ഇറക്കുകയാണ്. നമ്മുടെ രക്തക്കുഴൽ ഹാർട്ടിന്റെ അകത്തുള്ള കൊറോണറീസ് എന്ന് പറയുന്ന രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായിട്ടാണല്ലോ അറ്റാക്ക് വരുന്നത്. അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 മില്ലിമീറ്റർ ഡയമീറ്റർ മാത്രമുള്ള സാധനമാണ്. അതിന്റെ അകത്തേക്ക് ഒരു 1 മില്ലിമീറ്റർ മാത്രം ഡയമീറ്റർ ഉള്ള ഒരു കത്തീറ്റർ കൊണ്ടുപോയിട്ട് ഒരു ക്യാമറ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ക്യാമറ വഴി നോക്കിയിട്ട് അതിന്റെ അകത്തുള്ള ഈ ബ്ലോക്കിന്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, കാൽഷ്യം ഉണ്ടോ, വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, നമുക്ക് ഏത് ഗാഡ്ജറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഐവസ് കത്തീറ്റർ എന്ന് പറയുന്നത്. അതാണ് ലേസർ വഴിയാ ഡോക്ടർ. ഫോർ എക്സാമ്പിൾ ഇതാണല്ലോ ലേസർ മെഷീൻ. അതെ. ഈ ലേസർ വഴി ഇപ്പൊ ബ്ലോക്ക് മാറ്റുന്നതുകൊണ്ട് ആസ് എ പേഷ്യന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തെല്ലാവും? ആ പേഷ്യന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് ഒന്ന്, ചില സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റെന്റ് ഇല്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മുടെ രക്തക്കുഴലിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ത്രോംബസ് ക്ലോട്ട് ഫോം ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആ ക്ലോട്ട് നമുക്ക് ലേസർ വെച്ചിട്ട് അലിച്ച് കളയാം, ബാഷ്പീകരിപ്പിച്ച് കളയാൻ പറ്റും. പിന്നെ രണ്ടാമത്, ഈ ഓൾറെഡി സ്റ്റെന്റിന്റെ അകത്ത് വീണ്ടും ബ്ലോക്ക് വന്നതാണെങ്കിൽ ആ ടിഷ്യൂനെ നമുക്ക് ഈ പറഞ്ഞ പോലെ അലിച്ച് കളയാൻ പറ്റും ലേസർ വെച്ചിട്ട്. പിന്നെ മൂന്നാമതൊന്ന്, ഇപ്പൊ നമ്മൾക്ക് ആൻജിയോപ്ലാസ്റ്റി ഇപ്പൊ ബലൂൺ ഒന്നും കയറുന്നില്ലെങ്കിൽ പിന്നെ ബൈപ്പാസ് സർജറി അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ലേസർ വെച്ച് നമുക്ക് ആ കാൽഷ്യത്തിനെ പൊടിച്ചു കളഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സർജറി ഇല്ലാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ പല സിറ്റുവേഷനിൽ ഈ ലേസർ നമുക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ് ആണ് ഈ ഫീൽഡിൽ. അതാണ് ടെക്നോളജി. നമ്മളിപ്പോൾ മലബാറിൽ ഫസ്റ്റ് നമ്മളാണ് ലേസർ കൊണ്ടുവന്നതും അതേപോലെ ലേസറിന്റെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക്. ഇതാണ് റോട്ടബ്ലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ധമനിക്കകത്ത് അധികം കാൽഷ്യം ഉണ്ട്, നമുക്കത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ റോട്ടബ്ലേഷൻ കത്തീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ കാൽഷ്യത്തിൽ പൊടിച്ചു കളയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ടിപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ആക്ച്വലി ഇറ്റ്സ് എ ഡ്രില്ലിംഗ് മെഷീൻ ആണ്. ഇതൊരു 1.5 മില്ലിമീറ്റർ മാത്രമേ ഡയമീറ്റർ ഉള്ളൂ.
പക്ഷെ അതൊരു ഡ്രില്ലിംഗ് ആണ്. ഈ കാൽഷ്യത്തിന്റെ അകത്തുകൂടെ നമ്മൾ ഇപ്പോൾ ചുമരിലൊക്കെ ഡ്രില്ലിംഗ് ഉപയോഗിക്കുന്നത് പോലെ ഒരു കൺട്രോൾഡ് ആയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ അത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാൽഷ്യത്തിന് മൊത്തം നമുക്ക് ഇതുവഴി നീക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ബ്ലോക്കിന് നീക്കാൻ പറ്റും. അതാണ് റോട്ടബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതൊരു നല്ലൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്, ലേറ്റസ്റ്റ് ടെക്നോളജി. അതെ, ഇത് കുറെ കാലങ്ങളായി. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഈ സർജറി ഒഴിവാക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും വലിയ ഒരു ടെക്നോളജിയിൽ ഒന്നാണിത് ഈ റോട്ടബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതുപോലുള്ള മറ്റൊന്നാണ് ഈ ലേസർ. രണ്ടിനും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ ഈ ലേസർ എക്യുപ്മെന്റ്, മനസ്സിലായില്ലേ? ഇപ്പൊ ഇതിൽ ഈ മെഷീന് ഇത് ഒരു വളരെ എക്സ്പെൻസീവ് മെഷീനാണ്. ഇതിന്റെ അകത്തുനിന്നാണ് ഈ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലേസർ നമ്മൾ ഈ ഒരു കത്തീറ്റർ വഴിയാണ് നമ്മുടെ ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ലേസർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാ ഇപ്പൊ നിങ്ങൾക്ക് ഈ ശബ്ദം കാണുന്നുണ്ടല്ലോ, അപ്പൊ ഇത് ലേസ് ചെയ്യാണ് നമ്മൾ. അപ്പൊ ഇത് ഈ കത്തീറ്റർ വഴി നമ്മൾ ഇവിടെ ഒരു കൺട്രോൾ ഉണ്ട്. ഇതാ ഇതിപ്പോ നമ്മൾ ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ ഗ്ലാസ് വെക്കുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ലേസർ നമ്മുടെ കണ്ണിലേക്ക് അടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ കത്തീറ്റർ ആണ് നമ്മൾ ഹൃദയത്തിന്റെ ധമനിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കാൽഷ്യം എവിടെയാണോ ഉള്ളത്, അല്ലെങ്കിൽ തുറക്കാൻ പറ്റാത്ത ബ്ലോക്ക് എവിടെയാണോ ഉള്ളത്, അതിനെ നമ്മൾ ലേസ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് പൊടിച്ച് കളയുന്നു. അപ്പൊ ഞാൻ ഡോക്ടർ ഇത് കഴിഞ്ഞാൽ പേഷ്യൻസിന് എത്ര നാൾ റെസ്റ്റ് വേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ? അല്ല, ഇത് സാധാരണ ആൻജിയോപ്ലാസ്റ്റിന്റെ റെസ്റ്റ് തന്നെ പേഷ്യന്റ് മതി. ഇതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പിൻഹോൾ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കത്തീറ്റർ വഴി ഇപ്പൊ നമ്മുടെ കാലിലോ അല്ലെങ്കിൽ കയ്യിലോ ഉള്ള ഈ നാഡി വഴി നമ്മൾ കത്തീറ്റർ ഹൃദയത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഷ്യന്റിന് മുറിവോ തുന്നലോ ഒന്നുമില്ല. ആക്ച്വലി 24 hours മതി. പക്ഷെ യൂഷ്വലി ഞങ്ങളുടെ ഒരു പ്രാക്ടീസ് 2 days, ഒരു 48 hours നിർത്തിയിട്ടാണ്. കാരണം ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ആ ഒരു സീരിയസ്നെസ് കൊണ്ട് നമ്മൾ 2 days നിർത്തിയിട്ടാണ് പേഷ്യന്റ് നമ്മൾ ഡിസ്ചാർജ്. പണ്ടെന്ന് പറഞ്ഞാൽ അത് ഹൃദയം ഓപ്പൺ ചെയ്തു, അവിടെ നിന്ന് ആ വെയിൻ കട്ട് ചെയ്തൊക്കെയായിരുന്നു മാറ്റിയത്. നിങ്ങൾക്ക് അറിയാം, കാലിൽ നിന്നാണ് വെയിൻ എടുക്കാറ്. നമ്മൾ സെഫനസ് വെയിൻ എന്ന് പറയുന്ന വെയിനും പിന്നെ നമ്മുടെ നെഞ്ചിന്റെ അകത്തു നിന്നുള്ള വെയിൻ എടുക്കാറുണ്ട്. ചിലപ്പോൾ കയ്യിൽ നിന്നുള്ള ആർട്ടറിയും എടുക്കാറുണ്ട്. ഇത് എടുത്ത് നമ്മൾ ഈ ബ്ലോക്ക് ആയതിന് അപ്പുറത്തേക്ക് നമ്മൾ തുന്നിപ്പിടിപ്പിച്ചിട്ടാണ് രക്തോട്ടം നമ്മൾ ബൈപ്പാസ് വഴി ചെയ്യാറ്. പക്ഷെ ഇന്ന് അതില്ലാതെ ഈ പേഷ്യന്റിന്റെ ഒറിജിനൽ നേറ്റീവ് ആയിട്ടുള്ള വെസൽസ് തന്നെ ഈ ബ്ലോക്ക് ആയതിനെ മാറ്റാനുള്ള പുതിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പൊ പേഷ്യന്റ് ഒന്നുകൂടെ അവർക്ക് കംഫർട്ടായി. പണ്ട് ഹൃദയത്തിന്റെ ദ്വാരം അടയ്ക്കുക എന്നുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനിപ്പോ സർജറി ഇല്ലാതെ എന്താണ് അതിന്റെ ഒരു രീതി? എന്താ? അതെ, പണ്ടൊക്കെ ഈ ഹൃദയത്തിലെ ദ്വാരം നമുക്ക് തീർച്ചയായിട്ടും ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ആ ദ്വാരം പാച്ച് ചെയ്ത് അടയ്ക്കേണ്ടിയിരുന്നു. ഇന്ന് ഒരുപാട് ദ്വാരങ്ങൾ, ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള ദ്വാരം എന്ന് പറയുന്നത് ASD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയും. അതേപോലെ VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, പിന്നെ PDA എന്ന് പറയുന്നത് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഈ 3 ഹോൾസ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഹോൾസ്. ഇത് 3നും ഇന്ന് സർജറി ഇല്ലാതെ പ്ലഗ് ചെയ്യുന്ന സംവിധാനം വന്നിട്ടുണ്ട്. അതിന് ഓരോരോ ഡിവൈസുകളുണ്ട്. ഇപ്പൊ ഇത് ASD ഡിവൈസ്. ഈ ASD ആ ഹോൾസിനെ ഈ ഡിവൈസ് വെച്ച് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഹോൾ അങ്ങ് അടഞ്ഞു പോകും. പിന്നെ സർജറി ആവശ്യമില്ല. അഗെയിൻ ഇതൊരു കീഹോൾ അല്ല ഒരു പിൻഹോൾ പ്രൊസീജിയർ ആണ്. വളരെ ഷോർട്ട് സ്റ്റേ മതി, 1 day സ്റ്റേ മതി. മുറിവില്ല, കീറലില്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് കോസ്മെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഒരു യങ് ഗേൾസിലൊക്കെ ഇങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ ചെസ്റ്റിൽ ഒരു സ്കാർ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. എന്തായാലും കേരളത്തിൽ തന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് നമ്മൾ നിൽക്കുന്നത്. കംപ്ലീറ്റ്ലി ഫോർ ഹാർട്ടിന് വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ. അതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട് എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ എന്തായാലും എല്ലാവരും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, അല്ലെ ഡോക്ടറെ? തീർച്ചയായിട്ടും. അൾട്ടിമേറ്റ്ലി അതാണ് നമുക്ക് ആരോഗ്യമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. അപ്പോൾ ഇനി കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.